ഇന്ന് ഞാനൊരു ഇൻഫർമേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വുമൻസും ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലായ നമ്മുടെ തൈക്കാട് ഹോസ്പിറ്റലിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഹോസ്പിറ്റലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ ആണെങ്കിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഈ ക്ലൈമറ്റിൽ മിക്കവർക്കും വന്നിട്ടുള്ളതും വരാൻ പോകുന്നതുമായിട്ടുള്ള ഒരു കാര്യം സിസ്റ്റർമാർ പറയുന്നത് കേട്ടു. അങ്ങനെ അത് നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കൂടെ അറിയിച്ചു തരാനാണ് ഈ വീഡിയോ നമ്മൾ ഇടുന്നത്. 6 മാസം തൊട്ട് 10 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് പനി വരുമ്പോൾ അഥവാ ഫിക്സ് എന്ന് പറയുന്ന ഒരു അസുഖത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പനി വരുമ്പോഴാണ് കൂടുതൽ കുട്ടികൾക്ക് ഈ ഫിക്സ് വരുന്നത്. പലവരുടെ വിചാരം ഈ ഫിക്സ് വലിയൊരു മാരകരോഗം എന്നാണ്. പക്ഷെ അങ്ങനെ ഒന്നുമേ അല്ല കേട്ടോ. പനി കൂടുതൽ വരുമ്പോൾ ഈ ഫിക്സ് ആണെന്ന് നമ്മളെ അറിയിക്കാനാണ് കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നതും വായിന്ന് പത വരുന്നതും എല്ലാം. ഫിക്സ് വരുമ്പോൾ നമ്മൾ പേടിക്കാതെ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പേടിക്കാതെ നമ്മുടെ മനസ്സിന് നല്ല ധൈര്യം കൊടുത്ത് നമ്മൾ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകേണ്ടത്. കുഞ്ഞിനെ ചെയ്യേണ്ടത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും മുമ്പേ ഒരു ചരിച്ചു കിടത്തണം. പണ്ടുള്ളവർ പറയും പോലെ ഈ താക്കോല് അങ്ങനത്തെ സാധനങ്ങളൊന്നുമേ കൊടുക്കരുത്. അതൊന്നും വിശ്വാസം മാത്രമാണ്, പക്ഷേ അങ്ങനെയൊന്നും നടക്കത്തില്ല. കൂടുതൽ നിങ്ങൾക്ക് അറിവും അതുപോലെ തന്നെ എത്ര മരുന്ന് വിധം കൊടുക്കണം അങ്ങനെയൊക്കെ ഉള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് മുഴുവൻ കണ്ടാലേ നമുക്ക് ഫിക്സ് വന്നാൽ എങ്ങനെ ചോദിക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോകാം. അതേപോലെ ഫിക്സ് ഒരിക്കൽ വന്നാൽ നമ്മൾ വീണ്ടും വരാതിരിക്കാൻ വേണ്ടി ഒരു മരുന്ന് ടോബാസാമെന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ആക്കി തരാം. അതെപ്പോൾ പിന്നെ രണ്ടാമത്തെ പനി വന്ന സമയത്ത് പനി വരുമ്പോൾ തന്നെ പനിയുടെ മരുന്നിൻ്റെ കൂടെ തന്നെ ആ മരുന്ന് കൊടുത്തോളും. അതേപോലെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും തെന്നി വരുന്ന ആരെങ്കിലും ഉണ്ട്, അതാണ് നിങ്ങളാരെങ്കിലും നിങ്ങൾക്ക് ഫിക്സ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മൂത്ത ആൾക്ക് ഫിക്സ് വന്നിട്ടുണ്ട്, ഇളയാൾക്ക് ഫിക്സ് വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ മരുന്ന് 3 ദിവസം കൊടുക്കണം. പനി വന്നിട്ട് ആദ്യത്തെ 3 ദിവസം പനിയുടെ മരുന്ന് കൊടുക്കുന്നതിൻ്റെ കൂടെ 3 ദിവസം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം മാത്രം കൊടുത്താൽ മതി. ഇത് സാധാരണ എല്ലാ ഓപ്പിലും അല്ലെങ്കിൽ എല്ലാ കാറ്റഗറിയിലും നിങ്ങൾ ഫിക്സ് ആയിട്ട് കുഞ്ഞിനെ കൊണ്ടുപോയാൽ പറഞ്ഞു തരുന്ന കാര്യമില്ല. അപ്പം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഫിക്സ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആദ്യം പേടിക്കരുത്. എപ്പോഴും 5 വയസ്സിന് താഴെയുള്ള 6 മാസം തൊട്ട് 5 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ് എപ്പോഴും മനസ്സിൽ കാണുന്നത്. കടുത്ത പനിയാണെങ്കിൽ ഫിക്സ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് എപ്പോഴും മനസ്സിൽ കാണണം. അതുപോലെ ഫിക്സ് വന്നാൽ ലോകാവസാനം പോലെ പേടിക്കരുത്. കയ്യിലൊന്നും എടുത്ത് കുഞ്ഞിനെ പിടിച്ചെടുത്താൽ നോക്കല്. ഫിക്സ് വരുമ്പോൾ ധൈര്യമായിട്ടിരിക്കുക, സൈഡ് കറക്റ്റ് കിടക്കുക, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഈ പനി വന്ന് ഫിക്സ് വന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് മന്ദബുദ്ധിയോ അല്ലെങ്കിൽ ബുദ്ധിക്കുറവോ അങ്ങനെ തലച്ചോറിൻ്റെ പ്രശ്നമോ അങ്ങനെ ഒന്നും വരത്തില്ല. അത് കുഞ്ഞിൻ്റെ ശരീരം റിയാക്ട് ചെയ്യുന്നത് മാത്രമാണ്. നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, എൻ്റെ കുഞ്ഞിന് ഫിക്സ് വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ ബുദ്ധി കുറഞ്ഞു പോയോ അല്ലെങ്കിൽ ഭാവിയിൽ പ്രശ്നങ്ങൾ വരുമോ അങ്ങനെയൊന്നുമില്ല. വീണ്ടും ഫിക്സ് വന്നാൽ മാത്രം അത് നിങ്ങളൊരു ഡോക്ടറെ പോയി കാണിക്കുക. അത് അവർ അതാത് രീതിയിൽ മാനേജ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്ത് മുഴുവൻ കണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി, നിങ്ങൾക്ക് നല്ല ധൈര്യമൊക്കെ വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു ഇൻഫർമേഷൻ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മുത്തുമണി. എല്ലാവരും അസുഖമൊന്നും പിടിക്കാതെ സുഖമായിട്ടിരിക്കണേ. കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ. ഞാൻ ഈ ഇട്ട വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബൈ.